പ്രജിതേ, ഈ അമേരിക്ക ഇറാനിട്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ പിന്നെ നശിപ്പിച്ചു, മിസൈലൊക്കെ അയച്ച് നശിപ്പിച്ചു. എന്തായാലും യുദ്ധം നിർത്തി എന്നൊക്കെ പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് ഒക്കെ വാങ്ങാൻ പോകുന്നതാണ്. അപ്പൊ നൊബൽ പ്രൈസ് വാങ്ങാൻ പോകുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സമാധാന ദൂതനായൊക്കെ നിർത്തിയിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരു മുറിവ് കിട്ടിയതല്ലേ, ഓട്ടോമാറ്റിക്കലി മുറിവ് കിട്ടിയവനാണെങ്കിൽ ആ മുറിവ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ തിരിച്ച് എന്തെങ്കിലും പണി അവന് കൊടുക്കണം എന്ന് കരുതാത്ത ഒരു ചുരുക്കമാണ്. അപ്പൊ അങ്ങനെ പണി കൊടുക്കാൻ ഒരു തീരുമാനം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഇറാന്റെ പോക്ക്, പ്രതികരണം ഒക്കെ എന്തായിരിക്കും? ഇറാന്റെ പ്രതികരണം ഇനിയിപ്പോ ഇറാൻ പെട്ടെന്നൊരു ആക്രമണത്തിന് മുതിർന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല എന്ന് പറയണം. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നൊബേൽ പ്രൈസ് ഒക്കെ വാങ്ങാൻ പോകണ്ടേ അല്ലേ മൂപ്പർക്ക്, ട്രംപച്ചായനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധം തീർക്കാൻ നടന്നിട്ട് യുദ്ധം 3ഉം 4ഉം ഒക്കെ ആയിപ്പോയി. അതാണ് അവസ്ഥ. എന്നാലും പറയും ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് എന്ന് പറയും. അതിന് കൂട്ട് അസിം മുനീർ നിൽക്കും. തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അത് നൊബേൽ പ്രൈസ് വാങ്ങാൻ പോകണം. അപ്പം ഈ എന്താ അതിങ്ങനെയാണ്, ചിലർക്കിങ്ങനെ ചില ചൊറിച്ചിലുകൾ, ഒരു മനസുഖം കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വ്യാപൃതരായിരിക്കും. അപ്പോൾ അമേരിക്കയ്ക്കും ട്രംപിന് ഒന്നാമതായി നിൽക്കണം, അമേരിക്കയും നിൽക്കണം, ട്രംപും ഒന്നാമതായി നിൽക്കണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ പോയി കിളിപാറിയതാണോ ട്രംപിനെ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും. എന്തായാലും ഇറാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ കുറച്ച് മുമ്പ് സൈറ്റ് നോക്കുമ്പോഴും ഒരു സൈറ്റിൽ കണ്ടത്, അവിടെ അമേരിക്കയിൽ സ്ലീപ്പർ സെൽസിന് നമ്മൾ ഇന്നലെയും സംസാരിച്ചു, ഏതാണ്ട് 200ഓളം പേരെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഇറാനിയൻ പൗരന്മാരെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറാനിയൻ പൗരന്മാരെ പിടികൂടിയിട്ടുണ്ട്. അതെ, അതിന്റെ കൗണ്ട് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് വളരെ ഭീകരമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതവിടെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇറാൻ പണ്ടേ പറഞ്ഞു ഞങ്ങൾ ഇത് നിർത്തില്ല എന്നുള്ളത്. ഈ ആണവ പരീക്ഷണം അത് നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് അമേരിക്ക അവരുടെ US B-2 സ്റ്റെൽത്ത് ബോംബറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ആ ഒരു ഇത് നിൽക്കുന്ന സ്ഥലത്ത്, എന്താ പറയുക, ആ ആണവ കേന്ദ്രം നിൽക്കുന്ന 3 ഇടങ്ങളിലും വലിയ രീതിയിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയപ്പോൾ തന്നെ അവരുടെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഒക്കെ പറഞ്ഞു പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ട്രംപ് പറഞ്ഞത് ഞങ്ങളത് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നൊക്കെയാണ്. അത് മാത്രമല്ല, നമ്മൾ പറയുകയും ചെയ്തായിരുന്നു 400 കിലോഗ്രാം യുറേനിയം അവിടെ നിന്ന് കടത്തി എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ പുതിയ വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോർഡോ ആണവ കേന്ദ്രം, അതാണ് കൂടുതൽ ഇതായിട്ട് നടന്നുകൊണ്ടിരുന്നത് പരീക്ഷണങ്ങൾ. ആ ആണവ കേന്ദ്രം തകർന്നിട്ടില്ല, അല്ലെങ്കിൽ തകർന്ന ഭാഗങ്ങളെ അവർ ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നത്. അതായത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ, സാറ്റലൈറ്റ് ഇമേജസ് വഴി അവിടെ നിർമ്മാണ ഖനന പ്രവർത്തനങ്ങൾ തീവ്രമായ നിലയിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഇവിടെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ത്വരിത വേഗത്തിൽ അവിടെ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. മാക്സർ ടെക്നോളജീസ് പകർത്തിയ ചിത്രങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും ആ സ്ഥലത്ത് ഭാരമേറിയിട്ടുള്ള യന്ത്രങ്ങൾ, കൂടുതൽ മണ്ണുപണികൾക്കൊക്കെ ഉപയോഗിക്കും, JCB പോലുള്ളവയായിരിക്കാം, അതൊക്കെ അവിടെ ഉണ്ട്. ആക്രമണങ്ങൾക്ക് മുമ്പ് തുരങ്ക പ്രവേശന കവാടങ്ങളൊക്കെ മനഃപൂർവ്വം അടച്ചിരിക്കാം എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇത് മുൻകൂട്ടി കാണുന്നുണ്ട്. ഞങ്ങൾ പണിയും എന്ന് പറയുമ്പോൾ ഇവിടെ ഇറാനിലിരിക്കുന്നവരും അത്രയും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ അതിനനുസരിച്ചുള്ള മറുപണി അവിടെ ചെയ്തിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും. അതിനങ്ങനെയല്ലേ, നമ്മളൊരാളെ അടിക്കാൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നോടാ മോനെ അടിച്ചോ എന്ന് പറഞ്ഞിരിക്കില്ല. നമ്മൾ അതിനൊരു പ്രിക്കോഷൻ എടുക്കും. അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോൾ ഒരുപക്ഷെ അവിടെ നടക്കുന്നത് ഈ തരത്തിലുള്ള അവർ അടച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റി അവിടെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്നത്. അല്ലേ? അതെ, അങ്ങനെ വീണ്ടും എടുക്കാനാണ്. വേവുണ്ടാവും. അത് കുറച്ച് വർഷം പിറകോട്ടടിക്കാമായിരിക്കും.
പക്ഷെ ആ കുറച്ച് വർഷം പിറകോട്ടടിക്കുന്നതിനേക്കാൾ എത്ര വേഗത്തിൽ ഇറാൻ ഇനി കുതിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കൂടി നമ്മൾ വീക്ഷിക്കണം. കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ മുന്നോട്ടുള്ള കുതിപ്പ് ഇറാന്റെ എത്ര വേഗത്തിലായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. പതുങ്ങുന്നത് കുതിക്കാനാണ്. അപ്പോ ടെഹ്റാനിൽ നിന്ന് 60 മൈൽ തെക്കുള്ള ഒരു പർവ്വതത്തിനുള്ളിലാണ് ഈ ഫോർഡോ സൈറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ജൂൺ 21, 22 തീയതികളിൽ രാത്രിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, ആ സമയത്ത് ലക്ഷ്യമിട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഫോർഡോ. അപ്പൊ ഇപ്പൊ ഈ ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സൗകര്യം ഇപ്പോൾ പുതിയ തലത്തിലുള്ള നീക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ ആക്സസ് റോഡുകളും ഗർത്ത മേഖലകളുടെ കൂട്ടങ്ങളും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട തുരങ്ക പ്രവേശന കവാടങ്ങൾക്ക് മുന്നിലാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇതൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ ഇത് US-ന് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടുമ്പോൾ അവരും കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇത് വീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അങ്ങേയറ്റം ഗുരുതരം ആണ് ഈ നാശനഷ്ടം എന്നൊക്കെ അവർ പറഞ്ഞുവെങ്കിലും പ്രതിരോധ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടാകാം, അലർട്ടായിരിക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക് കടത്താനുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തകൾ വന്നത് 400 കിലോഗ്രാം യുറേനിയം അവരെ അവിടെ നിന്ന് കടത്തി എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് അവർ ചെയ്യുന്നത്. ഇനിയിപ്പോ അറിയേണ്ടത് ഈ പുതിയ ചിത്രങ്ങളിലൊക്കെ ഈ ഫോർഡോയുടെ വടക്കൻ ഭാഗത്തുള്ള സമുച്ചയത്തിന് സമീപം മണ്ണ് നീക്കുന്ന യന്ത്രങ്ങൾ കാണുന്നുണ്ട്. വരമ്പിലെ ഗർത്തങ്ങളിൽ ഒന്നിനു ചുറ്റും ബുൾഡോസറുകൾ മണ്ണ് പുനഃസ്ഥാപിക്കുന്നുണ്ട്. അതായത് അതിന് ചുറ്റും വലിയ ഗർത്തങ്ങളൊക്കെ നികത്താനുള്ള മണ്ണൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അത് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സാറ്റലൈറ്റ് ചിത്രത്തിൽ വരുന്നുണ്ട്. അപ്പോ ജൂൺ 19, 20 തീയതികളിലാണ് മുന്നത്തെ ചിത്രമുള്ളത്. ആ സമയത്ത് അവിടെ ബുൾഡോസറുകളും ട്രക്കുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രവേശന പോയിന്റുകൾ തടയുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടി അവിടെ തീർത്തും ഏകോപിതമായിട്ട് തന്നെ അവിടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ പ്രവേശന കവാടങ്ങളൊക്കെ അഴുക്ക് കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ അവിടെ നടക്കാം. ഈ യുറേനിയം മാറ്റിയത് മാത്രമല്ലാതെ വീണ്ടും അതെല്ലാം പുനഃക്രമീകരിച്ചുകൊണ്ട് അവിടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ തുടങ്ങിയോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഫോർഡോയിൽ 60% യുറേനിയം, അതായത് ശുദ്ധീകരിച്ച യുറേനിയം ആഴത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് കൂടിയുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവര് 400 കിലോഗ്രാം മാറ്റി ഫോർഡോയുടെ ഉള്ളിൽ ആഴത്തിൽ ഇത്രയും യുറേനിയം കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതൊക്കെ അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. ഇവര് മാറ്റി എന്ന് പറയുന്നത് റഷ്യയുടെ ഏതോ ഒരു കേന്ദ്രത്തിൽ, ആണവ കേന്ദ്രത്തിലൊക്കെ മറ്റോ മാറ്റി എന്നാണ് അല്ലെ നമ്മൾ സംസാരിച്ചപ്പോ പറയുകയുണ്ടായി. അപ്പോ ഇത് പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റൂബിയോ തന്നെയാണ്. യുറേനിയം 60% യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് മീറ്റ് ദ പ്രസ്സിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ആണ് പറഞ്ഞത്. അപ്പൊ അവരത് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടാണ് പുറത്ത് വന്നിരുന്നിട്ട് ഈ ട്രംപ് അച്ചായം പറയുന്നത് ഇല്ല, ഞങ്ങൾ അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ പറയാ, നമുക്ക് ട്രംപിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ചില കളികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സൈറ്റ് അതായത് ഫോർഡോ എന്ന് പറയുന്ന സൈറ്റ് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവിടെ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടിയും വരും. അത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ സ്ലീപ്പർ സെൽസ് ഉൾപ്പെടെയുള്ള വേണ്ട, ഇത് അമേരിക്കയുടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ പോലും ഇവരുടെ സ്ലീപ്പർ സെൽസ് കളിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക
വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ട്രംപിന്റെ ഈ വെളിവുകേട് മാത്രമല്ല, ഇതിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം.